നമസ്കാരം. ഇന്ന് നമ്മൾ ചാവർ അച്ഛനെക്കുറിച്ചാണ് പഠിക്കുന്നത്. കേരളത്തിലെ നവോത്ഥാനകാലത്ത് വിദ്യാഭ്യാസത്തിന് പുതിയൊരു ദിശ നൽകുകയും സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത മഹാനായ പുരോഹിതനാണ് അദ്ദേഹം. 1805 ഫെബ്രുവരി 10-നാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൈനകരി, ആലപ്പുഴ. അദ്ദേഹം ആദ്യം കേരളീയ വികാരി ജനറലായ വ്യക്തിയായിരുന്നു. സാമൂഹിക, വിദ്യാഭ്യാസ, മൗലിക പരിഷ്കാരങ്ങൾക്കായി അദ്ദേഹം നൽകിയ സംഭാവനകൾ അപാരമാണ്. ഒരു പള്ളിക്കൊപ്പം ഒരു സ്കൂൾ എന്ന ആശയം അവതരിപ്പിച്ചവരിൽ പ്രധാനി. കേരളത്തിലെ സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന പേര് ലഭിച്ചത് ഈ പദ്ധതി മൂലമാണ്. 1846-ൽ ആദ്യ കത്തോലിക്ക സംസ്കൃത സ്കൂൾ മാന്നാനത്ത് ആരംഭിച്ചു. സിസ്റ്റേഴ്സ് ഓഫ് ദി കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ മെകം എന്ന സന്യാസിനി സഭ 1866-ൽ രൂപീകരിച്ചു. മാന്നാനത്ത് സെന്റ് ജോസഫ് പ്രസ് സ്ഥാപിച്ച ആദ്യ കേരളീയനാണ് ചാവർ അച്ഛൻ. ഇത് കേരളത്തിലെ മൂന്നാമത്തെ അച്ചടി ശാല ആയിരുന്നു. പിന്നീട് നസ്രാണി ദീപിക എന്ന പത്രവും ഇവിടെ പ്രസിദ്ധീകരിച്ചു. പിടിയേരി സമ്പ്രദായം എന്ന ദരിദ്രർക്ക് വേണ്ടി ചാവർ അച്ഛൻ ആരംഭിച്ച പദ്ധതി വളരെ പ്രശസ്തമാണ്. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നയാളാണ് ചാവർ അച്ഛൻ. 1871 ജനുവരി 3 കൂനമ്മാവ്, കൊച്ചിയിൽ അദ്ദേഹം മരണമടഞ്ഞു. പിന്നീട് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 1986-ൽ ജോൺ പോൾ മാർപ്പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014-ൽ പോപ്പ് ഫ്രാൻസിസ് ചാവർ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു.